കേരള രാഷ്ട്രീയത്തെ ഉലച്ചുകൊണ്ടിരിക്കുന്ന മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്ന് വീണ്ടും നിർണായകവും ഗുരുതരവുമായ തെളിവുകൾ പുറത്തുവന്നിരിക്കുന്ന സാഹചര്യമാണ്. എക്സാലോജിക് CMRL പണമിടപാടുകളിൽ ED തയ്യാറാക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ട് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. ED തയ്യാറാക്കിയ റിപ്പോർട്ടിലെ 11ാം പേജിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുള്ളത്. യാതൊരുവിധ ഇൻവോയ്സും സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ വീണ വിജയന് വൻ തുക ലഭിച്ചുവെന്നാണ് പുതിയ കണ്ടെത്തൽ. 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള ചുരുങ്ങിയ മാസ കാലയളവിനുള്ളിൽ 45 ലക്ഷം രൂപയാണ് മുൻകൂറായി ഇത്തരത്തിൽ കൈമാറിയത്. യാതൊരു റെസിപ്റ്റോ മുൻകൂട്ടി നൽകിയ സേവനങ്ങളുടെ രേഖകളോ ഇല്ലാതെയാണ് ഈ തുക മുഴുവൻ വീണയുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്നത്. EDയുടെ അന്വേഷണത്തിൽ എക്സാലോജിക് എന്ന കമ്പനിയുടെ സുവർണ കാലഘട്ടമായി ചൂണ്ടിക്കാണിക്കുന്നത് 2017 മുതലുള്ള ഈ കാലയളവിനെയാണ്. അതിനു മുൻപ് കാര്യമായ സാമ്പത്തിക വളർച്ചയോ ആസ്തിയോ ഇല്ലാതിരുന്ന കമ്പനി പെട്ടെന്ന് വലിയ വളർച്ചയിലേക്ക് എത്തിയതിനു പിന്നിൽ രാഷ്ട്രീയ സ്വാധീനമാണെന്ന സംശയം കൂടുതൽ ശക്തമാവുകയാണ് ഇതോടുകൂടി. CMRL ഉടമ ശശിധരൻ കർത്ത EDക്ക് നൽകിയ മൊഴിയിൽ പിണറായി വിജയനുമായുള്ള വ്യക്തിബന്ധവും അടുപ്പവും കൊണ്ടാണ് ഇവരുമായി കരാറിലേക്ക് പോയത് എന്നും അല്ലാതെ നൽകിയ സേവനങ്ങൾ കണ്ടിട്ടല്ല പണം കൈമാറിയത് എന്നും വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷത്തിനിടെ 182 കോടിയോളം രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കലോ ക്രമക്കേടോ നടന്നിട്ടുണ്ട് എന്ന ഗുരുതര നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. ചോദ്യം ചെയ്യലിൽ പല നിർണായക വിഷയങ്ങളിലും വ്യക്തമായ മറുപടി നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിരുന്നുമില്ല. യാതൊരുവിധ സേവനവും നൽകാതെയാണ് പണം കൈപ്പറ്റിയത് എന്ന് അവർ സമ്മതിച്ചതായും ചില സൂചനകളുണ്ട്. ഇതിനോടകം തന്നെ തിരുവനന്തപുരത്തെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുകയും ഏതാണ്ട് 32 ലക്ഷത്തോളം രൂപയുടെ അക്കൗണ്ടുകൾ ED മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കെയർ ഓഫീസിലാണ് പണം നൽകിയത് എന്ന കണ്ടെത്തലുകളും ഇൻവോയ്സുകൾ ഇല്ലാതെ പണം കൈമാറിയതിന്റെ തെളിവുകളും പുറത്തുവന്നതോടെ നിലവിലെ പ്രതിരോധങ്ങൾ പൂർണ്ണമായും ദുർബലപ്പെടുന്ന അവസ്ഥയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കാനും വീണ വിജയന് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറെടുക്കുകയാണ്. അതേസമയം CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട ദിനംപ്രതി പുറത്തുവരുന്ന വാർത്തകളോട് പ്രതികരിച്ച കേസിലെ പരാതിക്കാരനായ ഷോൺ ജോർജിന്റെ പ്രതികരണം ഏറെ ശ്രദ്ധേയമാണ്. വീണ വിജയന് യാതൊരുവിധ ഇൻവോയ്സും നൽകുന്നതിന് മുൻപ് തന്നെ 45 ലക്ഷം രൂപ മുൻകൂറായി ലഭിച്ചു എന്ന EDയുടെ കണ്ടെത്തലിനെയും അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തുന്ന ന്യായീകരണങ്ങളെയും ചൂണ്ടിക്കാണിച്ചാണ് ഷോൺ ജോർജ് സംസാരിച്ചത്. ഈ കേസിൽ താൻ പരാതി നൽകിയിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് തന്നെയാണ് ഷോൺ ജോർജ് തുറന്നടിച്ചിരിക്കുന്നത്. ഇത് വീണ വിജയനെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി നൽകിയ ഒരു പരാതിയല്ല. കാരണം ഈ വിഷയത്തിൽ വീണ വിജയൻ ഒരു പ്രധാന കക്ഷിയെയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അവർ ഇതിന്റെ ഒരു ഭാഗമായി വന്നു എന്നത് മാത്രമാണ് യാഥാർത്ഥ്യം. CMRL കമ്പനി യാതൊരുവിധ സേവനവും ലഭിക്കാതെയാണ് പണം നൽകിയത് എന്നും പിണറായി വിജയനുമായുള്ള ബന്ധം കൊണ്ട് മാത്രമാണ് ഈ തുക നൽകിയത് എന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പണം കൊടുത്തവൻ തന്നെ ഈ കാര്യം പരസ്യമായി സമ്മതിച്ച സ്ഥിതിക്ക് ഇനി ആരുടെ മൊഴിയാണ് ആവശ്യമെന്ന് ഷോൺ ജോർജ് ചോദിക്കുന്നുണ്ട്. ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സാധാരണ ബിസിനസ് ഇടപാടല്ല. പിണറായി വിജയൻ എന്ന വ്യക്തി മുഖ്യമന്ത്രി എന്ന പദവി ഉപയോഗിച്ച് അനധികൃതമായി നടത്തിയ ഇടപെടലുകൾക്ക് ലഭിച്ച യഥാർത്ഥ കൈക്കൂലിയാണ് ഇത്. അതുകൊണ്ട് തന്നെ അന്വേഷണം ചെന്നെത്തേണ്ടതും ഈ കേസിൽ യഥാർത്ഥമായി ശിക്ഷിക്കപ്പെടേണ്ടതും വീണ വിജയനല്ല, മറിച്ച് പിണറായി വിജയനാണ് എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞു വെക്കുന്നത്. അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ കൂടുതൽ ശക്തവും വ്യക്തവുമായ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഷോൺ ജോർജ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഡ്ജുഡിക്കേറ്റിംഗ് ചെയർപേഴ്സണ് ലഭിച്ച ഔദ്യോഗിക റിപ്പോർട്ട് പുറത്തു വന്നതോടെ മാസപ്പടി കേസിൽ പുതിയ സംഭവ വികാസങ്ങളാണ് രൂപപ്പെടുന്നത്. 2024 ഏപ്രിൽ മാസത്തിൽ CMRL MD ശശിധരൻ കർത്ത നൽകിയ മൊഴിയും ഇതുമായി ബന്ധപ്പെട്ട ED നടത്തിയ സാമ്പത്തിക അന്വേഷണ റിപ്പോർട്ടുമാണ് ഇപ്പോൾ വീണ്ടും ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. EDയുടെ റിപ്പോർട്ട് അനുസരിച്ച് കരാറുകൾ ലഭിക്കുന്നതിന് മുൻപ് എക്സാലോജിക് എന്ന സ്ഥാപനം വലിയ സാമ്പത്തിക ബാധ്യതയിലായിരുന്നു. ഏതാണ്ട് 65 ലക്ഷം രൂപയുടെ നഷ്ടത്തിലാണ് ഈ കമ്പനി പ്രവർത്തിച്ചിരുന്നത്. പറയത്തക്ക വലിയ വ്യാവസായിക ആസ്തികളോ മറ്റു വൻകിട കരാറുകളോ ഇല്ലാതിരുന്ന സ്ഥാപനത്തിലേക്ക് പെട്ടെന്നാണ് കോടികളുടെ ഫണ്ട് കൈമാറ്റം നടക്കുന്നത്. കൂടാതെ യാതൊരുവിധ സോഫ്റ്റ്വെയർ സേവനങ്ങളോ കൺസൾട്ടൻസിയോ നൽകാതെയാണ് കമ്പനിയുടെ അധികൃതർ തന്നെ ഇത് പണം കൈമാറിയത് എന്ന് സമ്മതിക്കുന്ന സാഹചര്യവുമുണ്ട്. സാധാരണഗതിയിൽ സർവീസ് പൂർത്തിയാക്കി തൃപ്തികരമെന്ന് ബോധ്യപ്പെട്ട ശേഷമോ അല്ലെങ്കിൽ ഇൻവോയ്സ് സമർപ്പിച്ച ശേഷമോ മാത്രം നൽകേണ്ട തുക യാതൊരു മുൻകൂട്ടി നിശ്ചയിച്ച നിബന്ധനകളും ഇല്ലാതെ കൈമാറുകയായിരുന്നു. ഇവിടെയാണ് സംശയത്തിന്റെ മൂന വർദ്ധിക്കുന്നത്. കേസ് കേവലം ഒരു കമ്പനിക്ക് പണം നൽകിയതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നും വലിയ സാമ്പത്തിക ക്രമക്കേടിന്റെ ഭാഗമാണ് എന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 15 വർഷത്തിനിടെ CMRL കമ്പനിയിൽ 182 കോടിയോളം രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കലും വ്യാജ കണക്കെഴുത്തും നടന്നിട്ടുണ്ട്. ഇതിനുദാഹരണമായി പറയാൻ
ചെളി നീക്കം ചെയ്യൽ എന്ന വ്യാജ ചിലവ് ഇനത്തിൽ മാത്രം 130 കോടി രൂപ പല കമ്പനികൾക്കായി CMRL കൈമാറിയതായി രേഖകളിൽ കാണിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ വ്യാജ ബില്ലുകൾ നൽകുന്ന കമ്പനികൾക്ക് ചെറിയ ശതമാനം കമ്മീഷൻ നൽകി ബാക്കി ശേഷം തുക CMRLിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന രീതിയാണ് പിന്തുടർന്നിരുന്നത്. ഇത്തരത്തിൽ വ്യാജ സേവന കണക്കുകൾ കാണിച്ച കമ്പനികളുടെ കൂട്ടത്തിലാണ് എക്സാലോജിക്കും ഉൾപ്പെട്ടിരിക്കുന്നത്. ED രാഷ്ട്രീയ ആയുധമായി പ്രവർത്തിക്കുന്നുവെന്ന വാർത്തകളെ അല്ലെങ്കിൽ വിവാദങ്ങളെ റിപ്പോർട്ടിലെ വിവരങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ശശിധരൻ കർത്തയുടെ നിർണായക മൊഴി ലഭിച്ചത് 2024 ഏപ്രിൽ മാസത്തിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഈ മൊഴി നൽകിയത് എങ്കിലും അന്നത്തെ ഘട്ടത്തിൽ ഈ വിവരങ്ങൾ പുറത്തുവിടുകയോ രാഷ്ട്രീയ പ്രചാരണത്തിനായി ഉപയോഗിക്കുകയോ ചെയ്തിരുന്നില്ല. പകരം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കൽ, സ്വത്ത് കണ്ടുകെട്ടൽ തുടങ്ങിയ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഔദ്യോഗിക റിപ്പോർട്ട് നൽകിയപ്പോഴാണ് ഈ വിവരങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ അടുപ്പവും പരിചയവും മാത്രമാണ് പണം കൈമാറാൻ കാരണമെന്ന് കമ്പനി MD തന്നെ മൊഴി നൽകിയിട്ടുള്ളതിനാൽ കേസിന്റെ അടുത്ത ഘട്ടമായി മുൻ മുഖ്യമന്ത്രിയിൽ നിന്നും വിവരങ്ങൾ തേടാൻ ED ആലോചിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേസിൽ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമങ്ങൾ നടന്നിരുന്നുവെന്നും ഡിജിറ്റൽ ഫോറൻസിക് അന്വേഷണത്തിലൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത് വീണ്ടെടുക്കുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു. വീണ വിജയന്റെ iPhone Pro Max ഫോൺ ഉപയോഗിച്ച് ഡിജിറ്റൽ ഫോറൻസിക് സംഘം ശേഖരിച്ച വിവരങ്ങളാണ് ഈ കേസിൽ നിർണായക തെളിവുകളായി മാറിയത്. വീണയുടെ ഫോൺ പരിശോധിച്ചാൽ അതിൽ നിന്നും CMRL MD ശശിധരൻ കർത്തയുമായി നടത്തിയ ഇമെയിൽ ഇടപാടുകൾ, ഡയറി കുറിപ്പുകൾ, ബാങ്ക് പണമിടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവയെല്ലാം ED വീണ്ടെടുത്തിട്ടുണ്ട്. ശശിധരൻ കർത്ത നൽകിയ മൊഴിയെ പൂർണ്ണമായും അടിവരയിരുന്ന വിവരങ്ങളാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത്. യാതൊരുവിധ IT സേവനങ്ങളും നൽകാതെ വ്യാജമായി നിർമ്മിച്ച സർവീസ് എഗ്രിമെന്റുകളുടെയും ബില്ലുകളുടെയും അടിസ്ഥാനത്തിലാണ് 2.78 കോടി രൂപ എക്സാലോജിക്കിലേക്ക് എത്തുന്നത്. CMRLിൽ നിന്ന് പണം കൈപ്പറ്റിയതായി ഈ വ്യാജ കരാറുകളും ഇൻവോയ്സുകളും ഉണ്ടാക്കിയത് വീണ വിജയൻ തന്റെ സ്വന്തം iPhoneൽ വെച്ചാണ് എന്ന് ED വ്യക്തമാക്കുന്നുണ്ട്. എക്സാലോജിക്കുമായുള്ള കരാർ അവസാനിപ്പിച്ച ശേഷം CMRL കമ്പനി ആറ്റ്ന ടെക്നോളജീസ് എന്ന മറ്റൊരു IT സ്ഥാപനത്തിന് ഈ സേവനങ്ങളുടെ ചുമതല നൽകിയിരുന്നു. വളരെ കുറഞ്ഞ നിരക്കിലാണ് ആറ്റ്ന ടെക്നോളജീസ് ഈ സേവനം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതിലൂടെ മുൻപ് എക്സാലോജിക്കിന് നൽകിയ തുക സേവനത്തിനുള്ളതല്ല എന്നും രാഷ്ട്രീയ അനാവശ്യങ്ങൾക്കുള്ള അല്ലെങ്കിൽ താല്പര്യങ്ങൾക്കുമായി നൽകിയ കൈക്കൂലിയായിരുന്നുവെന്നുമുള്ള EDയുടെ സംശയം ഇതോടെ ഉറപ്പിക്കപ്പെടുന്ന അവസ്ഥയിലാണ്. ഇനി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ച 21 പേജുള്ള റിപ്പോർട്ടിൽ വീണ വിജയന് 3 കമ്പനികളിൽ ഉടമസ്ഥതയോ പങ്കാളിത്തമോ മുൻ പരിചയമോ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ED. ഇതിൽ ഒന്നാമത്തേത് കേസിൽ പ്രതിയായിട്ടുള്ള എക്സാലോജിക് റിസർച്ച് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. രണ്ടാമത്തേത് വീണയ്ക്ക് പങ്കാളിത്തമുള്ള കോഴിക്കോട് പ്രവർത്തിക്കുന്ന ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന സ്ഥാപനമാണ്. മൂന്നാമതായി ബംഗളൂരുവിലുള്ള മറ്റൊരു പ്രമുഖ IT കമ്പനിയിൽ വീണ മുൻപ് ജോലി ചെയ്യുകയും ഡയറക്ടർ പദവി വഹിക്കുകയും ചെയ്തിരുന്നപ്പോഴുള്ള വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ED സമർപ്പിച്ച റിപ്പോർട്ടിൽ വീണ വിജയനെ കേസിൽ 6ാം പ്രതിയായും അവരുടെ കമ്പനിയായ എക്സാലോജിക്കിനെ 7ാം പ്രതിയായും വീണയ്ക്ക് പങ്കാളിത്തമുള്ള ലേക്കർ ഇന്ത്യ കോർപ്പറേഷനെ 8ാം പ്രതിയായും ചേർത്തുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ വിചാരണ നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയാണ്. ഔദ്യോഗിക പദവി അഴിമതിക്ക് ഉപയോഗപ്പെടുത്തിയോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ വരും ദിവസങ്ങളിൽ കൂടുതൽ നിശിതമായ അന്വേഷണ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നേക്കും.